ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രുതിക്ക് വലിയൊരു ഓർഡർ കിട്ടുന്നുണ്ട്. രേവതി വഴിയായിരിക്കട്ടെ വലിയ ഓർഡർ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ശ്രുതി തനിക്ക് വലിയ ഓർഡർ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രേവതിയാണത് വാങ്ങിച്ചു കൊടുത്തതെന്നൊന്നും പറയാതെ വലിയ വീമ്പിളക്കിക്കൊണ്ട് നടക്കുകയാണ്. ആ ഓർഡർ താൻ തന്നെ വാങ്ങിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ശ്രുതി എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ ആളായി നടക്കുമായിരിക്കും. ഒടുവിൽ ശ്രുതിയുടെ കട തന്നെ അടച്ചു പൂട്ടുന്ന ഒരു അടിപൊളി ട്രാജിക് എപ്പിസോഡ് റിവ്യൂ ആണോ ഇന്ന് പറയുന്നത്. രേവതി ആയിരിക്കും ശ്രുതിക്ക് ഇത്രയും വലിയൊരു ഓർഡർ കൊടുത്തത് എന്ന കാര്യം പിന്നീടായിരിക്കും സച്ചി അറിയുന്നത്. ഇത്രയും വലിയൊരു ഓർഡർ രേവതി പിടിച്ചു കൊടുത്തിട്ട് പോലും ശ്രുതി ഒരു നന്ദി വാക്ക് പോലും രേവതിയോട് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ ഭയങ്കര ദേഷ്യമുണ്ട് വർഷക്കും. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം സച്ചി അതിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു ഓർഡർ നീ ആ പാർലർ അടുത്തേക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് അവൾ നിന്നോടൊരു നന്ദി വാക്കെങ്കിലും പറഞ്ഞോ എന്ന് സച്ചി ചോദിക്കുന്ന സമയത്തിൻ്റെ രേവതി പറഞ്ഞിട്ട്, അയ്യോ സച്ചിയേട്ടാ, അവളിൽ നിന്നും ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. കുടുംബത്തിൽ ഒരാൾ നന്നാവുന്നുണ്ടെങ്കിൽ അത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ അത് ചെയ്തത് എന്ന് പറയും. രേവതിയുടെ സംസാരം കേട്ടിട്ട് ഇവളോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നൊക്കെ സച്ചി മനസ്സിലാക്കാണ്. പെട്ടെന്ന് തന്നെ സച്ചിക്ക് ഒരു കോള് വരുന്നുണ്ട്. ട്രിപ്പ് വന്നത് കൊണ്ട് തന്നെ സച്ചി അവിടെ നിന്നും പോവും. ഇതേ സമയത്തിന് ശ്രുതിയും ശ്രുതിയാണെങ്കിൽ ആ വലിയ ഓർഡർ കിട്ടിയത് കൊണ്ട് തന്നെ അതിൻ്റെ ചർച്ചയിലായിരിക്കും. 745 ഹോം അപ്ലയൻസസിൻ്റെ ഓർഡർ ആയിരിക്കട്ടെ വലിയൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക്. ആ ഒരൊറ്റ കച്ചവടം നടന്നു കഴിഞ്ഞാൽ എത്രമാത്രം ലാഭം ഇവർക്ക് കിട്ടുമെന്നതിനെ പറ്റിയിട്ടായിരിക്കും ഇവരൊക്കെ അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണക്കെല്ലാം കൂട്ടിയതിന് ശേഷം ശ്രുതി പറഞ്ഞിട്ട് നമുക്കൊരു 48 ലക്ഷം രൂപ കിട്ടുമെന്ന് പറയാണ്. അത് കേട്ടുകൊണ്ട് തന്നെ ശ്രുതി ചോദിക്കുന്നത്, ശ്രുതി, നമ്മളൊരു 745 ഫാമിലീസിനാണ് ഇത്രയും ഹോം അപ്ലയൻസസ് ഒക്കെ കൊടുക്കാൻ പോകുന്നത്. എന്നിട്ടും നമുക്ക് അത്രമാത്രം കാശ് മാത്രമേ കയ്യിൽ വരുള്ളൂ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശ്രുതി പറയുന്നത്, 48 ലക്ഷം രൂപ എന്ന് പറയുന്നത് അത് ചെറിയ കാശാണോ ശ്രുതി? അത്രയും രൂപ നമ്മുടെ കയ്യിലേക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയല്ലേ? എന്നിട്ട് ആ ഒരു പൈസയുടെ മൂല്യം പോലും മനസ്സിലാക്കാതെ നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. 48 ലക്ഷം രൂപ ചെറുതായി പോയി എന്ന രീതിയിലാണല്ലോ ശ്രുതി സംസാരിക്കുന്നത്. എന്നാൽ ഇത്രമാത്രം പണം കുറച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലാഭം കുറയില്ലേ എന്നായിരിക്കട്ടെ ശ്രുതി പറയുന്നത്. അന്നേരം ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മൾ കുറച്ചൊക്കെ പൈസ അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനിയും വരുന്ന ഒരുപാടധികം ഓർഡറുകൾ നമുക്ക് ഇനിയും കിട്ടും. അങ്ങനെയാകുമ്പോൾ ഇനിയും ഇതിൻ്റെ പേരിൽ നമുക്ക് ഒരുപാടധികം ലാഭങ്ങൾ വരാനുമുണ്ട്. അങ്ങനെ ശ്രുതി എഴുതിയ ലിസ്റ്റ് അനുസരിച്ച് പണം കുറഞ്ഞ രീതിയിൽ കുറഞ്ഞ ലാഭത്തിലാണെങ്കിലും കുറേയധികം കച്ചവടം കിട്ടുന്നുണ്ട്. പക്ഷേ ശ്രുതിയാണെങ്കിൽ മറ്റൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടാവും. ഷോറൂമിൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന അതേ റേറ്റിൽ സാധനം കൊടുത്തു കഴിഞ്ഞാൽ ശ്രുതി പറഞ്ഞതിൻ്റെ ഇരട്ടി ലാഭം കിട്ടുമെന്നായിരിക്കും ശ്രുതിയുടെ വാദം. ശ്രുതിയുടെ കണക്ക് പ്രകാരം ഈ ഒരു കച്ചവടം നടന്നു കഴിഞ്ഞാൽ 70 ലക്ഷം രൂപ ടോട്ടൽ എമൗണ്ട് ആയിട്ട് ലാഭം കിട്ടുമെന്നാണ്. എന്നാൽ ശ്രുതിയുടെ കണക്കനുസരിച്ച് കുറച്ച് ലാഭം മാത്രമല്ലേ കിട്ടുള്ളൂ. ശ്രുതി പറഞ്ഞിട്ട്, ഇവിടുത്തെ ആൾക്കാരെങ്കിലും ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറും ഒരു പൊട്ടനാണെന്ന് അവരൊക്കെ കരുതില്ലേ? അല്ലെങ്കിൽ തന്നെ സച്ചി എപ്പോഴും താൻ കുറേയധികം പഠിച്ച ഒരു വെറും പൊട്ടനാണെന്ന രീതിയിലല്ലേ എപ്പോഴും സംസാരിക്കാറുള്ളത്. അപ്പോൾ എൻ്റെ കഴിവ് എല്ലാവർക്കും മുന്നിൽ കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും പൈസ എൻ്റെ കയ്യിൽ കിട്ടണം. ശ്രുതി പറഞ്ഞ പൈസക്ക് മാത്രമേ ഇനി ഏതായാലും സാധനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊക്കെ ആ ഒരു എമൗണ്ട് ആണല്ലോ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ശ്രുതി ആണെങ്കിൽ അതിൽ ചെറിയൊരു തരികിട കാണിക്കുകയാണ്. ശ്രുതി പറഞ്ഞ അതേ എമൗണ്ടിന് തന്നെയായിരിക്കും സാധനം കൊടുക്കുന്നത്. പക്ഷേ ആ ഒരു ബ്രാൻഡായിരിക്കില്ല കൊടുക്കുന്നത്. അതിനേക്കാൾ കുറഞ്ഞ വിലയുടെ സാധനം അത് കൂടുതൽ റേറ്റിൽ കൊടുക്കുക എന്ന് മാത്രമായിരിക്കട്ടോ ഇപ്പോൾ ശ്രുതിയുടെ മനസ്സിലുള്ള പ്ലാന്. 2 ലേഡീസ് വന്നിട്ടായിരിക്കും ഇവർക്കുള്ള ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇത്രയും വലിയൊരു ഓർഡർ ശ്രുതിക്ക് കിട്ടുന്നത് തന്നെ അത് രേവതിയോടുള്ള അല്ലെങ്കിൽ സച്ചിയോടുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. അങ്ങനെ ഇവർ ആദ്യത്തെ പർച്ചേസ് നടത്താൻ വേണ്ടിയിട്ട് നേരെ ശ്രുതിയുടെ ഷോറൂമിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്തന്നെ ശ്രുതി അവിടെ ഉണ്ടാവില്ല. ശ്രുതിയാണെങ്കിൽ അവരെ നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടേക്ക് സ്വീകരിക്കുന്നുണ്ട്. ശ്രുതിയുടെ അടുത്ത് അവർ പറയുന്നുണ്ട്, ഇപ്പം തൽക്കാലം ഒരു വീട്ടിലേക്കുള്ള സാധനം മാത്രം ഞങ്ങൾ കൊണ്ടുപോവാണ്. അത് കഴിഞ്ഞ് ബാക്കി കംപ്ലീറ്റ് സാധനങ്ങളും ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുന്ന സമയത്തിന് ശ്രുതി പറഞ്ഞിട്ട്, അതിനെന്താ മാഡം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് തന്നെ ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യാം. സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാണ് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി സെറ്റ് ചെയ്ത് വെച്ച സാധനങ്ങളെല്ലാം തന്നെ അവരെ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. ആദ്യത്തെ ഒറ്റനോട്ടത്തിൽ അവർക്ക് കാര്യങ്ങളൊന്നും കറക്റ്റ് മനസ്സിലാവുന്നില്ല. ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പറഞ്ഞ സാധനങ്ങളെല്ലാം തന്നെ അവിടെയുണ്ട്. ഇന്ന് തന്നെ ഞങ്ങൾ സാധനങ്ങളുമായിട്ട് പോവാണെന്ന് പറയുന്ന സമയത്തിന് ശ്രുതി പറയുന്നുണ്ട്, ശരി മാഡം, എങ്കിൽ പിന്നെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ അറേഞ്ച് ചെയ്ത് തരാമെന്നൊക്കെ പറയും. ശ്രുതി ഏതായാലും പണമൊക്കെ വാങ്ങിച്ചു വെച്ചതിന് ശേഷം സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റിയിട്ട് അവർക്ക് അവിടെ നിന്നും അയച്ചു കൊടുക്കാട്ടോ ചെയ്യുന്നത്. അവർ ഏതായാലും സാധനങ്ങളുമായിട്ട് അങ്ങോട്ടേക്ക് ചെന്നെങ്കിൽ പോലും ഇവർ വലിയൊരു അപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയൊരു ബിൽഡേഴ്സിൻ്റെ ഓണറാണല്ലോ. അതുകൊണ്ട് സാധനങ്ങളെല്ലാം തന്നെ അങ്ങോട്ടേക്ക് വെക്കുന്നതിന് മുൻപേ തന്നെ അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാവുന്നവരെ കൊണ്ട് ആ സാധനങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഹോം അപ്ലയൻസസ് കാര്യങ്ങൾ എല്ലാം ഒന്നുകൂടി ചെക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്നാൽ അത് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം അവർ പറയുന്നത് ഇതൊട്ടും ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ്സ് ആണെന്നും നിങ്ങൾ കൊടുത്ത പണത്തിന് മാത്രമുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങളൊന്നുമല്ല, ഇത് അത്ര വലിയ ലോങ് ലാസ്റ്റിംഗ് ഉള്ളതൊന്നുമല്ല. ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളൊക്കെ നിങ്ങൾ എന്തിനാ മാഡം വാങ്ങിച്ചത്? അതെയും ഇത്രയും റേറ്റ് കൊടുത്തിട്ട് ഈ സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല.
ഇതിനേക്കാൾ റേറ്റ് കുറഞ്ഞ നല്ല നല്ല സാധനങ്ങൾ ഇഷ്ടംപോലെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ മാഡം എന്തിനാ ഇത്രയും റേറ്റ് കൊടുത്ത് ഇത്ര ലോക്കൽ സാധനം വാങ്ങിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ഇവരാകെ അങ്ങനെ ഞെട്ടിപ്പോവാണ്ടോ. ചെറിയ വിലയുടെ സാധനങ്ങൾ ഇത്രയും റേറ്റ് കൂട്ടിയിട്ട് അവർ തന്നെങ്കിൽ ഇപ്പോഴും അവർ ചെയ്തത് വലിയ ചതിയാണെന്നും കൂടി അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ രേവതിയോടുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമായിരിക്കട്ടോ അവർ ശ്രുതിയുടെ കയ്യിൽ നിന്നും ആ ഒരു സാധനങ്ങളെല്ലാം തന്നെ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഈ ഓർഡർ ശരിക്കും രേവതിക്ക് കിട്ടുന്നത് വർഷയുടെ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടായിരിക്കും. രേവതി വർഷയുമായിട്ട് സംസാരിക്കുന്ന സമയത്തായിരിക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നതും അവിടെ വെച്ചിട്ടായിരിക്കട്ടെ രേവതി ശ്രുതിക്ക് ആ ഒരു ഓർഡർ പിടിച്ചു കൊടുക്കുന്നതൊക്കെ. എന്നാൽ ഇവർ കമളി പറ്റിയെന്നറിഞ്ഞതോടുകൂടി തന്നെ അവർ നേരെ പോകുന്നത് രേവതിയുടെ അടുത്തേക്കായിരിക്കില്ല, മറിച്ച് വർഷയുടെ അടുത്തേക്കായിരിക്കും. എന്നിട്ട് അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ വർഷയോട് പറയാണ്. എന്നാൽ അത് കേൾക്കുന്ന സമയത്തിന് വർഷക്കങ്ങ് വല്ലാതാവും. വർഷ അത് കേട്ടവരോട് പറയുന്നുണ്ട് വർഷയുടെ പുതിയ റെസ്റ്റോറൻറ്റിലേക്ക് സാധനങ്ങളെല്ലാം തന്നെ അവരുടെ കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷേ അതൊന്നും അത്ര ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളൊന്നുമല്ല. പക്ഷേ ഇപ്പം ഇതെന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്ന സമയത്തിന് അവർ വർഷയോട് ചോദിക്കുന്നുണ്ട് അതെന്താ വർഷേ ഞങ്ങൾക്ക് സാധനങ്ങൾ തരുമ്പോൾ മാത്രം ഇങ്ങനെയായി പോയത്? ഇതേതായാലും ഞങ്ങളെ മനഃപൂർവ്വം ചതിക്കണമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. നീ ഏതായാലും ഈ കാര്യം രേവതിയുടെ അടുത്ത് കൂടെ ഒന്ന് പറഞ്ഞേക്ക്. ഈ ഓർഡർ ഏതായാലും ഞങ്ങൾക്ക് ഇവർക്ക് കൊടുക്കാൻ സാധിക്കില്ല. അന്നേരം വർഷ പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് ശ്രുതി ചേച്ചിയെ തന്നെ വിളിച്ച് പറഞ്ഞാൽ മതി, ഈ കാര്യങ്ങളൊന്നും ഞാൻ ഏറ്റെടുക്കില്ല എന്ന് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വർഷ അവരോട് പറയുന്നുണ്ട്. ശരി, ഞാനേതായാലും അവളുമായിട്ട് സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ ആ ടീം അവിടെ നിന്നും പോകുന്നത്. അവരവിടെ നിന്ന് അങ്ങ് പോയതിനു ശേഷം വർഷം അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിലും അതിമോഹം ആപത്താണെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ, ശ്രുതി ചേട്ടനും ശ്രുതി ചേച്ചിക്കും ഇത് തന്നെ കിട്ടണം. അവരെല്ലാം തികഞ്ഞവരാണ് എന്നൊക്കെ വിചാരിച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വലിയ ആട്ടമാടിയതല്ലേ. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ തന്നെ വന്ന് ഭാവിക്കൊള്ളുന്നിങ്ങനെ വർഷ ദേഷ്യത്തോടെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ മേഡമാണെങ്കിൽ ശ്രുതിയെ നേരിട്ടൊന്ന് കാണണമെന്ന് അറിയിക്കുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ശ്രുതി ഭയങ്കര ഹാപ്പി ആയിരിക്കും. താൻ വിചാരിച്ചതുപോലെ തന്നെ ഇന്ന് ഒരു കച്ചവടം കിട്ടി, ഇനി ബാക്കി ഇതേപോലെ തന്നെ 745 ഓർഡറിൽ അവർക്ക് കിട്ടാൻ പോകുന്നത്, അതുകൊണ്ട് ഇനി ലക്ഷക്കണക്കിന് ലാഭമായിരിക്കും തനിക്ക് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ശ്രുതി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമായിരിക്കും. സന്തോഷത്തോടു കൂടി തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും ശ്രുതി. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇതൊന്നും അറിയാതെ ശ്രുതിയാണെങ്കിൽ ആ മേഡത്തെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. മാഡം അവർക്ക് സംഭവിച്ച കാര്യത്തെ പറ്റിയിട്ടൊക്കെ ശ്രുതിയോട് പറയുന്നുണ്ട് എന്ന് മാത്രമല്ല ഇനി ഏതായാലും ഈ ഓർഡർ നിങ്ങൾക്ക് തരാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്നും ഇതേതായാലും വലിയൊരു ചീറ്റിംഗ് ആയി പോയിന്ന് മുഖത്തടിച്ചതുപോലെ പറയാണവര്. അന്നേരം ശ്രുതി അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാടധികം ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവരൊന്നും അത് കേൾക്കാൻ പോലും തയ്യാറായിരുന്നില്ല. അങ്ങനെ മറ്റു നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് ശ്രുതി അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വരികയാണ്. ആകെ സങ്കടപ്പെട്ട് വിളറി വെളുത്ത മുഖം കൊണ്ട് തന്നെ ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരുന്ന സമയത്തിന് എന്താ കാര്യമെന്നും അവർക്കാർക്കും തന്നെ മനസ്സിലാവുന്നില്ല. എന്താ സംഭവിച്ചതെന്ന് ചന്ദ്രമതിയും അതുപോലെ രേവതിയും എല്ലാവരും മാറി മാറി ചോദിക്കുന്നുണ്ടെങ്കിലും ശ്രുതി ഒന്നും പറയാതെ നേരെ ശ്രുതിയുടെ അടുത്തേക്ക് പോവാണ്. ബെഡ്റൂമിലേക്ക് ചെന്ന ഉടനെ തന്നെ ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ ശ്രുതിനെ നിർത്താതെ ഇട്ട് പൊട്ടിക്കായിരിക്കും. എന്നാൽ പുറകെ വന്ന ചന്ദ്രമതി ഇത് കാണുന്നുണ്ടെന്ന് മാത്രമല്ല ശ്രുതിയോട് ദേഷ്യപ്പെടാണ്. എന്താ ശ്രുതി നീ ഈ കാണിക്കുന്നത്? നീ എൻ്റെ മകനെ എൻ്റെ മുന്നിൽ വെച്ച് അടിക്കാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ശ്രുതിയോട് ദേഷ്യപ്പെടും. അന്നേരം ശ്രുതി ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് ആൻറ്റി ഈ ശ്രുതി എന്ത് പണിയാ ചെയ്തതെന്നറിയോ? ഞങ്ങൾക്ക് വലിയൊരു കോൺട്രാക്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, 745 അപ്പാർട്ട്മെൻറ്റിലേക്കുള്ള വലിയൊരു ഓർഡർ. അതിലെ സാമ്പിൾ എന്ന രീതിയിൽ ഒരു വീട്ടിലേക്കുള്ള കംപ്ലീറ്റ് ഹോം അപ്ലയൻസസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവരിന്ന് കടയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പണത്തിനോടുള്ള അത്യാർത്ഥി കാരണം ശ്രുതി ചെയ്തിരിക്കുന്ന ഫ്രോഡ് പണി എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? കുറഞ്ഞ റേറ്റിലുള്ള സാധനങ്ങൾ പോലും ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ പോലും ശ്രുതി അവർക്ക് വലിയ റേറ്റിന് വിറ്റു. അതോടുകൂടെ തന്നെ ആ കോൺട്രാക്ട് നമ്മുടെ കയ്യിൽ നിന്നും കൈവിട്ടു പോയി എന്നുള്ള കാര്യം തന്നെ ശ്രുതി പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ അത് കേൾക്കുന്ന സമയത്തിന് ശ്രുതി ആകെ അങ്ങനെ തകർന്നു പോവാണ്. ശ്രുതി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രുതി പറഞ്ഞിട്ട് അതേ ശ്രുതി എല്ലാം കൈവിട്ടു പോയി എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഭയങ്കര കരച്ചിലായിരിക്കും. അവരെന്നെ നേരിട്ട് ചെല്ലാൻ പറഞ്ഞിരുന്നു. അവരെന്നെ വിളിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചതെന്ന് ശ്രുതിക്കറിയോ? അവരെന്നെ എത്ര തരം താഴ്ത്തുന്ന രീതിയിലാണ് സംസാരിച്ചത് എന്നുള്ള കാര്യമൊക്കെ ശ്രുതിക്കറിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ശ്രുതി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കും. അവരെന്നെ കുറേ അധികം അപമാനപ്പെടുത്തിയെന്ന് മാത്രമല്ല അവരെന്നോട് എന്തൊക്കെയാണ് സംസാരിച്ചതെന്നറിയോ? ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളൊക്കെ അവർക്ക് കൂടുതൽ റേറ്റിനാണ് വിറ്റതെന്ന്. നമുക്ക് ഇത്രമാത്രം വലിയൊരു ബൾക്ക് ഓർഡർ കിട്ടാൻ കാരണം തന്നെ അവർക്ക് സച്ചിയോടും രേവതിയോടുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. സച്ചിയും രേവതിയും ഒരു ഓർഡർ തന്നപ്പോൾ തന്നെ അവരും തരുന്ന ആളും അതുപോലെ തന്നെ നല്ല ആൾക്കാരായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് അവർ ഓർഡർ തന്നത്. ഇനി ഏതായാലും പണത്തിനോട് അത്യാർത്ഥിയുള്ള നിങ്ങൾ ഇങ്ങനെ ഒരു പ്രവൃത്തി കാരണം ഇനി ഒരിക്കലും ബാക്കി ഓർഡറൊന്നും ഒരിക്കലും നിങ്ങൾക്ക് തരില്ല എന്നും ഇപ്പം തന്നെ തന്ന ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അപ്പം തന്നെ ആ ഒരു ഓർഡറെല്ലാം തന്നെ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. എന്നാൽ അത് കേൾക്കുന്ന സമയത്തിന് എല്ലാവരും ആകെ ഷോക്കായി നിൽക്കുകയാണ്. തരാമെന്ന് പറഞ്ഞ ഓർഡർ ക്യാൻസലായി എന്ന് മാത്രമല്ല അവരവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ റിട്ടേൺ ചെയ്യുകയും ചെയ്തു. റിട്ടേൺ വന്ന സാധനങ്ങൾ ഇനി ഏതായാലും ആരും വാങ്ങിച്ചുകൊണ്ട് പോകുമെന്നൊന്നും തോന്നുന്നില്ല. കാരണം നമ്മുടെ ഷോറൂം ഇപ്പോൾ ഒരു ഫ്രോഡ് ഷോറൂമിൻ്റെ മുദ്ര കുത്തുകയും ചെയ്തു.
അവരേതായാലും ഇതിൻ്റെ പേരിൽ ഒരു പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തു. എല്ലാം തകർന്നു പോയി എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയും ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. അങ്ങനെ ശ്രുതിയും താഴെ ഹാളിൽ ഇതെല്ലാം ചിന്തിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തായിരിക്കും വർഷ കയറി വരുന്നത്. ശ്രുതിയുടെ മുഖം കാണുന്ന സമയത്തിന് വർഷ പറയുന്നുണ്ട്, എല്ലാം തികഞ്ഞു എന്ന് വിചാരിച്ച് ഇത്രമാത്രം വലിയ ആട്ടമാടാനൊന്നും പാടില്ലായിരുന്നു ശ്രുതി ചേച്ചി. അങ്ങനെയൊക്കെ ചേച്ചി ചെയ്തതുകൊണ്ടാണ് ചേച്ചിക്ക് ഇപ്പോൾ ഇങ്ങനൊരവസ്ഥ വന്നത്. നമ്മൾ എന്താണോ വിതക്കുന്നത് അത് മാത്രമേ നമുക്ക് കൊയ്യാൻ കഴിയുള്ളൂ ശ്രുതി ചേച്ചി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണമായിരുന്നു. അന്ന് രേവതി ചേച്ചി വാങ്ങിച്ചെന്ന ഓർഡർ താൻ സ്വന്തമാണ് നേടിയെടുത്തത് എന്നൊക്കെ പറഞ്ഞ് എത്രമാത്രം തരം താഴ്ത്തിയിട്ടാണ് രേവതി ചേച്ചിയെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനെ ചോദ്യം ചെയ്ത് എന്നെ പോലും ചേച്ചി അപമാനിക്കാൻ ശ്രമിച്ചില്ലേ? അതുമാത്രമാണോ ഇത്രയും വലിയൊരു ഓർഡർ വാങ്ങിച്ച് തന്ന രേവതി ചേച്ചി ഒന്നിനും കൊള്ളാത്തവളാണെന്നൊക്കെ രീതിയിലൊക്കെ ചേച്ചി സംസാരിച്ചില്ലേ? ഇപ്പം ഏതായാലും ചേച്ചിക്ക് ഇത്രയും വലിയൊരു നഷ്ടം വന്നത് അത് സ്വന്തം ഭർത്താവ് കാരണം തന്നെയല്ലേ? അതിമോഹം എന്നുള്ളത് ആപത്താണെന്നുള്ള കാര്യം ഇനിയെങ്കിലും നിങ്ങളുടെ ഭർത്താവ് ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. അവർ നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു ഓർഡർ നിങ്ങൾക്ക് തന്നത്. എന്നിട്ട് അതുപോലും വിശ്വാസത്തോടെ ചെയ്തു കൊടുക്കാനുള്ള ബുദ്ധി പോലും എന്താ സുധി നിനക്കില്ലേ? അവസാനത്തെ ഇപ്പോൾ ഫ്രോഡ് കമ്പനി എന്ന മുദ്ര വരെ നിന്റെ കമ്പനിക്ക് വന്നു. ഇനി അധികം വൈകാതെ തന്നെ ആ കമ്പനി പൂട്ടിക്കെട്ടേണ്ടി വരും നിനക്ക്. ഇനി ഏതായാലും സുധിയുടെ ഷോറൂമിലേക്ക് കസ്റ്റമേഴ്സൊക്കെ വരാനും സാധ്യത കുറവാണ്. ഇങ്ങനൊരു വലിയ ചതി പറ്റിയത് കൊണ്ട് തന്നെ ഈ ന്യൂസ് എത്രയും പെട്ടെന്ന് തന്നെ ഫ്ലാഷ് ആവാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ നാട്ടിൽ ഇഷ്ടംപോലെ ഷോറൂമുകളുണ്ട്. നല്ല പ്രോഡക്റ്റ് വിൽക്കുന്നവർ സ്ഥലത്തേക്ക് മാത്രമേ കസ്റ്റമേഴ്സ് വരാനും സാധ്യതയുള്ളൂ. ഇനി ഏതായാലും നിന്റെ കടയിലുള്ള ഉള്ള സാധനങ്ങൾ തന്നെ വിട്ടു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എടാ, നിന്റെ കയ്യിൽ ഇത്രയും വലിയൊരു ഭാഗ്യം വന്നിട്ട് പോലും നീ എല്ലാം കൊണ്ടുപോയി നശിപ്പിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ചന്ദ്രമതി നിർത്താതെ സുധിയായിട്ട് ഇങ്ങനെ അടിക്കുകയാണ്. ഇവരിങ്ങനെ എല്ലാവരും ചേർന്ന് സുധിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ പെട്ടെന്ന് വീട്ടിലേക്ക് കുറേയധികം പോലീസുകാർ വരുന്നത്. കുറഞ്ഞ ക്വാളിറ്റി ഇല്ലാത്ത ഒട്ടും ലോക്കലായിട്ടുള്ള സാധനങ്ങൾ കുറേയധികം റേറ്റിന് വിറ്റു എന്ന രീതിയിൽ ഫ്രോഡ് പരിപാടി കാണിച്ചു എന്ന രീതിയിലായിരിക്കും സുധിയുടെ പേരിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സുധി ഏതായാലും ഞങ്ങളുടെ കൂടെ സ്റ്റേഷനിലേക്കൊന്ന് വരണം. ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന ഷോപ്പ് ഏതായാലും ഞങ്ങൾ സീൽ ചെയ്യാൻ പോവാണ്. ഇന്നത്തോടെ അത് അടച്ചു പൂട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങളുമായിട്ടായിരിക്കട്ടെ പോലീസുകാർ സംസാരിക്കാൻ വന്നിരിക്കുന്നത്. പോലീസുകാർ വന്നിട്ട് സുധിയുടെ കട അടച്ചുപൂട്ടുമല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന ചന്ദ്രമതിയും സുധിയും ശ്രുതിയൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.